വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് കുറേ ആൾക്കാരുടെ ഒരാഗ്രഹമാണ് കേട്ടോ. ഏതു സമയത്തും കിളികളുടെയും അണ്ണാൻ്റെയൊക്കെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് സന്തോഷകരമായ കാര്യമല്ലേ. ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പല ആൾക്കാരും കാടിന് നടുക്കുള്ള റിസോർട്ടിലും മലയുടെ മുകളിലുള്ള റിസോർട്ടിലൊക്കെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് പോണത്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ചെറിയ അംശമെങ്കിലും നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ ചുറ്റുഭാഗത്തുണ്ടെങ്കിൽ അത് വലിയ കാര്യമല്ലേ. എനിക്ക് പേര് പോലും അറിയാത്ത ഒരുപാട് കിളികൾ ഇപ്പോൾ എന്നും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രകൃതിയെ ഞാൻ കൂടുതൽ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിലും മുൻപും ഈ കിളികളൊക്കെ എൻ്റെ മുന്നിലൂടെ കടന്നു പോയിരിക്കാം. ഞാൻ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണെന്ന് മാത്രം. വളരെ കുറച്ച് മാത്രം പച്ചക്കറികളും പൂവും കായ്ക്കനികളും ഫലവൃക്ഷത്തൈകളും മരങ്ങളും ഒക്കെയുള്ള ഒരു ചെറിയ പരിസരമാണ് ഞങ്ങളുടേത്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഭൂരിഭാഗം കായ്കനികളും മറ്റു പല ജീവികൾക്കുള്ളതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന രണ്ട് കാര്യങ്ങളാണ്: ഒന്ന് യാത്ര ചെയ്യുന്നതും, രണ്ട് കൃഷി ചെയ്യുന്നതും. എനിക്കൊന്ന് സാമ്പാർ വെക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ തക്കാളിയും വെണ്ടയ്ക്കയും വഴുതനങ്ങയും മുരിങ്ങയ്ക്കയും പച്ചമുളകും വേപ്പിലയും ഉരുളക്കിഴങ്ങും ഇതെല്ലാം പറിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. ഞാനീ പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവില്ല. മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന കുറേ കൃഷിക്കാരില്ലേ, അവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവും. എല്ലാവർക്കും ആഗ്രഹം മാത്രം പോരാ, അതിൻ്റെ ഉള്ള സാഹചര്യങ്ങൾ കൂടി അനുകൂലമാവണം. എൻ്റെ ഈ ചെറിയ സാഹചര്യത്തിൽ ഞാൻ അനുകൂലമാക്കിയെടുത്തതുപോലെ നമ്മൾ പറമ്പിൽ നട്ടതിൽ നിന്ന് പറിച്ചെടുത്ത് കഴിക്കുന്ന എന്തെങ്കിലും ഒരു പച്ചക്കറി ആയിക്കോട്ടെ പഴവർഗ്ഗം ആയിക്കോട്ടെ, അതിൻ്റെ സ്വാദ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വാങ്ങി കഴിക്കുന്നതിനൊന്നും ഒരു സ്വാദില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ. അത്രയ്ക്ക് സ്വാദാണ് നമ്മൾ ഉണ്ടാക്കുന്നതിന്. ആ കാരണങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. വളരെ തണൽ കിട്ടുന്ന രണ്ട് മരമാണ് ഇരുമ്പൻപുള്ളിയും അരിനെല്ലിക്കയും. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഗുണവും ദോഷവും ഉള്ളതുപോലെ ഒരുപാട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമ്മളുടെ മുറ്റത്തൊക്കെ ഒരുപാട് ഇല കൊഴിയുന്നുള്ളത് ഒരു വിഷയമാണ്. പക്ഷേ അതൊക്കെ നമുക്ക് ഇതിനൊക്കെ തന്നെ വളമാക്കി മാറ്റുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ പണിയെടുക്കേണ്ട കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊന്നും സാരില്ല എന്ന് വിചാരിക്കും. ചില മരങ്ങളൊക്കെ നമ്മളെ നന്നായിട്ട് വിഷമിപ്പിക്കുകയും ചെയ്യും കേട്ടോ. കാരണം ഒരുപാടൊക്കെ അങ്ങോട്ട് പൂത്ത് വന്നിട്ട് ഒരു കായൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ കുറച്ച് വിഷമം വരും. മുൻപൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾക്ക് പൂച്ചെടികൾ കൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. രാവിലെ എണീറ്റ് വന്നാൽ പുതിയ ചെടിയിലൊരു പുതിയ പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതേപോലെയുള്ള കുറച്ച് ചെടികളാണ് ഇത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെടികളിൽ രണ്ടെണ്ണമാണ് ആ നിൽക്കുന്നത്. അതേപോലെ ഈ ബോഗൺവില്ല. എണീറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതിനെ നോക്കി നിന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എണീറ്റാന്ന് മാത്രമല്ല, ഞാൻ മുഴുവൻ സമയം ഞാൻ ഇതിനെ നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മരത്തിൽ കിളിക്കൂട് വെച്ചതുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസ് ട്രീ അല്ല പുൽക്കൂടൊക്കെ ഒന്ന് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ കിളിക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് കിളി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.